Hi everybody, welcome back to another class of Law of Torts. This is the third class for the topic of Law of Master and Servant. In this video, we are going to discuss rules of master's liability with the help of case laws. As we discussed in our first class, there are three essentials for the master's liability. In order to assess the master's liability, following 5 situations must be considered. Number 1, natural consequence of an act by the servant, want of care or negligence of the servant, excessive or mistaken act by a servant, willful wrong by the servant, and fifth one, fraudulent act of the servant. ഈ 5 സിറ്റുവേഷൻസിലും മാസ്റ്റേഴ്സിൻ്റെ ലയബിലിറ്റി നോക്കാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കേസ് ലോസ്. First one, natural consequence of an act by the servant. In order to bind the master or in order to make a master liable for the act of the servant, the following criteria must be fulfilled. The loss or injury must be out of the natural consequence of the act. Such act must be done with the ordinary care. Such an act must be done with the master's specific order. സെർവൻറ്റിൻ്റെ ആക്ഷൻ്റെ നാച്ചുറൽ കോൺസിക്വൻസ് ആയിട്ട് ലോസ് ഓർ ഇഞ്ചുറി നടന്നിരിക്കണം. സെർവൻ്റ് ആ ആക്ട് ചെയ്യുമ്പോൾ ഓർഡിനറി കെയർ എടുത്തിട്ടുണ്ടാവണം. ആൻഡ് സെർവൻ്റ് ആ ഒരു ആക്ട് ചെയ്തിട്ടുള്ളത് മാസ്റ്ററിൻ്റെ സ്പെസിഫിക് ഓർഡർ അനുസരിച്ചായിട്ടായിരിക്കണം. ഈ 3 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഫുൾഫിൽ ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെർവൻറ്റിൻ്റെ ടോർട്ടിന് മാസ്റ്റർ ലയബിൾ ആക്കപ്പെടും. കേസ് ലോ, Gregory vs.Piper. There was a dispute regarding the right of pathway between Gregory and Piper. To stop Gregory, Piper ordered his servant to heap rubbish. The rubbish slided down to Gregory's house. Gregory sued Piper for trespass. It was held that the master is liable for the acts of the servant. So in this case, in Gregory versus Piper, ഗ്രിഗോറിക്കും പൈപ്പറിനും നടുവിൽ ഒരു പാത്ത് വേയുടെ റൈറ്റിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. നടന്നു പോകുന്ന വഴിയെ പറ്റിയുള്ളൊരു തർക്കം. So to stop Gregory, Piper ordered his servant to heap rubbish. പൈപ്പർ ഈ ഒരു ഗ്രിഗോറി ആ വഴി നടന്നു പോകാതിരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സെർവൻറ്റിനോട് കുറച്ച് അഴുക്കുകളെല്ലാം കൂട്ടിവെക്കാൻ പറയുന്നു. ഈ അഴുക്കുകൾ അവിടുന്ന് സ്ലൈഡ് ഡൗൺ ആയിട്ട് ഗ്രിഗോറിയുടെ വീട്ടിൽ തന്നെ വന്ന് വീഴുന്നു. ഗ്രിഗോറി സ്യൂഡ് ഫോർ വാട്ട്? ട്രെസ്പാസ്. സോ ഈ ഒരു കേസിൽ ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ദ മാസ്റ്റർ ഈസ് ലയബിൾ, അതായത് പൈപ്പർ ലയബിൾ ആണ് ഫോർ ദ ആക്ട്സ് ഓഫ് ദി സെർവൻറ്റ്. സെർവൻറ്റിൻ്റെ ആക്ടിൻ്റെ നാച്ചുറൽ കോൺസിക്വൻസ് ആയിട്ടാണ് ലോസ് ഓർ ഇഞ്ചുറി നടന്നേക്കുന്നത്. പിന്നെ സെർവൻ്റ് അത് ചെയ്യുമ്പോൾ ഓർഡിനറി കെയറോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി കെയർ ഒന്നും എടുത്തിട്ടില്ല. പിന്നെയോ മാസ്റ്ററിൻ്റെ സ്പെസിഫിക് ഓർഡർ വെച്ച് തന്നെയാണ് പൈപ്പറിൻ്റെ സെർവൻ്റ് ആക്ട് ചെയ്തിരിക്കുന്നത്. സോ ഓൾ ദ 3 ക്രൈറ്റീരിയ ഫുൾഫിൽ ആയതുകൊണ്ട് തന്നെ പൈപ്പർ ലയബിൾ ആക്കപ്പെട്ടു. Second situation, want of care or negligence of the servant. These are of 2 types. Act done in the actual employment, act not done in the actual employment. Tort committed during the course of employment. Course of employment ആണ് നമ്മൾ 2 തരത്തിൽ അനലൈസ് ചെയ്യുന്നത്. Whether the act was done in the actual employment or not, that we are assessing. ആക്ച്വൽ എംപ്ലോയ്മെൻറ്റിലാണ് ഈ ഒരു ടോട്ട് നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ദെൻ ദ മാസ്റ്റർ ഈസ് ലയബിൾ. ആക്ച്വൽ എംപ്ലോയ്മെൻറ്റിൽ അല്ല, കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിന് വെളിയിലാണ് ഈ ഒരു ടോട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് സെർവൻറ്റെങ്കിൽ ദെൻ ദ മാസ്റ്റർ ഈസ് നോട്ട് ലയബിൾ, ബട്ട് ദ സെർവൻറ്റ് വിൽ ബി പേഴ്സണലി ലയബിൾ. ആക്ച്വൽ എംപ്ലോയ്മെൻറ്റിലാണോ ഈ ഒരു ടോട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അസസ് ചെയ്യാൻ വേണ്ടി 3 എസെൻഷ്യൽസ് നമുക്ക് നോക്കാം. ദ സെർവൻറ്റ് മസ്റ്റ് ബി എംപ്ലോയ്ഡ് ടു ഡു ദ പർട്ടിക്കുലർ ആക്ട് അലോൺ. ഇൻ ഡൂയിങ് സച്ച് ആൻ ആക്ട് ദ സെർവൻറ്റ് മസ്റ്റ് ബി നെഗ്ലിജൻറ്റ്. ദ ലോസ് ഓർ ഇഞ്ചുറി മസ്റ്റ് ബി ഡിറക്റ്റ് ഡ്യൂ ടു ദ നെഗ്ലിജൻസ് ഓഫ് ദി സെർവൻറ്റ്. സോ ഒരു പർട്ടിക്കുലർ ആക്ട് നടത്തുവാൻ വേണ്ടി ഒരു സെർവൻറ്റിനെ നിയോഗിച്ച് ആ ആക്ട് ചെയ്യുമ്പോഴായിരിക്കണം ആ സെർവൻറ്റ് നെഗ്ലിജൻ്റ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെയുണ്ടാവുന്ന നെഗ്ലിജൻസിൻ്റെ ഫലമായിട്ട് ഡിറക്റ്റ് ആയിട്ട് ലോസോ ഇഞ്ചുറിയോ നടന്നിട്ടുണ്ടാവണം.
During the course of employment, servant in want of care or negligence example ആയിട്ട് നമുക്ക് രണ്ട് കേസ് ലോസ് ഉണ്ട്. Baylee vs. Manchester Railway and Milner vs. Great Northern Railway. In Baylee vs. Manchester Railway case, the porter of the railway company misdirected a passenger to get out of the right train by violently pulling him out of the carriage. The passenger sued the railway company for the compensation for the tort committed by the porter. The court held that the defendant's company was liable because the act was done in the course of employment and the servant was authorized to do the act. The wrong committed by the porter was due to negligence or want of care. So, Baylee vs. Manchester Railway Company case മാഞ്ചസ്റ്റർ റെയിൽവേ കമ്പനിയിലെ ഒരു പോർട്ടർ ഒരു പാസഞ്ചറിനെ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ട്രെയിനിൽ നിന്ന് കറക്റ്റായ ട്രെയിനിൽ നിന്ന് ഇറങ്ങുവാൻ നിർബന്ധിച്ചു. ബൈ വയലൻ്റ്ലി പുള്ളിങ് ഹിം ഔട്ട് ഓഫ് ദ കാരേജ്. അദ്ദേഹത്തെ വലിച്ചിറക്കുകയാണ് ചെയ്തത്. പാസഞ്ചർ എന്ത് ചെയ്തു? ഹി സ്യൂഡ് ഫോർ ദ damages. The court held that defendant's company was liable. So the railway company liable ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് for the tort committed by its servant. Why? Because the act was done in the course of employment. ഈ ഒരു പോർട്ടറിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ആക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു പോർട്ടറിൻ്റെ നെഗ്ലിജൻസ് അല്ലെങ്കിൽ വാണ്ട് ഓഫ് കെയർ, അയാളുടെ ഒരു ആക്ടിന് മുമ്പായിട്ട് അയാൾ ശ്രദ്ധിക്കണമായിരുന്നു അല്ലേ. സോ അതിൻ്റെ ഒരു വാണ്ട് ഓഫ് കെയർ ആണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേ കമ്പനി ലയബിൾ ആക്കപ്പെട്ടു. സെക്കൻഡ് കേസ് ലോ, മിൽനർ വേഴ്സസ് ഗ്രേറ്റ് നോർത്തേൺ റെയിൽവേ. ഇൻ ദിസ് കേസ് എ പോർട്ടർ ഓഫ് ദി ഗ്രേറ്റ് Northern Company negligently ran against another porter. The porter in turn dashed against the ticket collector. The ticket collector dashed against the Milner's wife and she sustained injuries which resulted in her death. Milner sued the railway company for compensation. The court held that the railway company was liable to pay damages because the injury was caused by the servant's want of care or negligence. ഗ്രേറ്റ് നോർത്തേൺ റെയിൽവേ കമ്പനിയുടെ ഒരു പോർട്ടർ ഇനിയൊരു പോർട്ടറുമായിട്ട് കൂട്ടിയിടിച്ചു. ആ പോർട്ടർ ടിക്കറ്റ് കളക്ടറുമായിട്ട് കൂട്ടിയിടിച്ചു. ടിക്കറ്റ് കളക്ടർ മിൽനർ എന്ന് പറയുന്ന ഒരാളുടെ വൈഫുമായിട്ട് കൂട്ടിയിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ മിൽനറുടെ വൈഫിന് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് വന്നു. അവരുടെ ഡെത്ത് നടക്കുകയും ചെയ്തു. മിൽനർ റെയിൽവേ കമ്പനിയെ ഈ ഒരു പോർട്ടറിൻ്റെ നെഗ്ലിജൻ്റ് ആക്ടിന് വേണ്ടിയിട്ട് കോമ്പൻസേഷന് വേണ്ടിയിട്ട് റെയിൽവേ കമ്പനിയെ സ്യൂ ചെയ്തു. റെയിൽവേ കമ്പനിയുടെ സെർവൻറ്റിൻ്റെ വാണ്ട് ഓഫ് കെയർ ഓർ നെഗ്ലിജൻസിൻ്റെ ഫലമായിട്ട് നടന്ന ഒരു ടോർട്ട് ആയതുകൊണ്ട് തന്നെ റെയിൽവേ കമ്പനി ലയബിൾ ആക്കപ്പെട്ടു. നൗ സെർവൻറ്റിൻ്റെ വാണ്ട് ഓഫ് കെയർ ഓർ നെഗ്ലിജൻസ് ഔട്ട് ഓഫ് ദി ആക്ച്വൽ എംപ്ലോയ്മെൻറ്റ് ഹാപ്പൻ ചെയ്ത രണ്ട് സിറ്റുവേഷൻസ് നോക്കാം. ടു കേസ് ലോസ് ആർ ദെയർ. വില്യംസ് വേഴ്സസ് ജോൺസ് ആൻഡ് nalinirajan and gupta versus corporation of Kolkata. In Williams versus Jones, Jones employed a carpenter to make a signboard in the shed of Williams. The carpenter, in lighting his pipe, negligently threw the match on the floor and set fire to the shed. It was held that the master was not liable. Why? Because the negligence was not in making the name board. Making the name board was the master's business. The negligence was in smoking the pipe. That was servant's business. Second case law, nalinirajan and gupta versus corporation of Kolkata. The driver and the cleaner were sent to repair the car in a workshop. Due to heavy traffic, the road leading to the workshop was blocked. Hence, the driver left the car in charge of the cleaner and went to the workshop. During the absence of the driver, the cleaner drove the car negligently and dashed against a municipal lamppost and damaged it. The act committed by the cleaner was beyond the scope of his employment, and moreover, the driver had not been negligent in leaving the vehicle with the cleaner. So the court held that the master was not liable, but the cleaner was personally liable. Third situation, excessive or mistaken act by the servant. സെർവൻ്റ് എപ്പോഴാണോ തൻ്റെ ലോഫുൾ അതോറിറ്റി
എക്സീഡ് ചെയ്ത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ തനിക്ക് കൂടുതലായിട്ട് അധികാരമുണ്ട് ഈ രീതിയിൽ ചെയ്യുവാൻ എന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നതോ, അപ്പോൾ മാസ്റ്റർ ലയബിൾ ആക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സസീവ് ആക്ടിൻ്റെ ഫലമായിട്ടാണ് ഇഞ്ചുറി അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുന്നത്. ഇത് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്ത ബെയ്ലി വേഴ്സസ് മാഞ്ചസ്റ്റർ റെയിൽവേ കമ്പനിയുടെ അതേ കേസിലോ തന്നെയാണ് ഇതിന് എക്സാം. Fourth condition, willful wrong by the servant. 3 essentials must be fulfilled. The wrong must be a willful wrong. The wrong must be done on the master's behalf. And the wrong must be done with the intention of serving the master's purpose. Case law, Limpus vs. London General Omnibus Company. In this case law, the driver of London Bus Company willfully raised his bus and overtook other buses to get more passengers and benefit his employer. In so driving, an accident was caused. Though the master had instructed the driver not to raise or obstruct other buses, he was liable for the wrong as the act by the driver was done in order to benefit his employer. So, ഈ കേസിൽ ലണ്ടൻ ജനറൽ ഓംനിബസ് കമ്പനിയുടെ ഡ്രൈവർ വേറെ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മത്സരയോട്ടം നടത്തി ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. മാസ്റ്റർ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടല്ല അയാൾ ഈ പറയുന്ന രീതിയിൽ ഒരു ബസ്സിനോട് മത്സരയോട്ടം നടത്തിയെന്ന്. ബട്ട് ദ കോർട്ട് ഹെൽഡ് ദാറ്റ് the master was liable. Why? Because the driver was done this wrong in order to benefit his employer. എംപ്ലോയറിൻ്റെ ബെനിഫിറ്റ് വേണ്ടിയിട്ടാണ് ഈ ഒരു വിൽഫുൾ റോങ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു വണ്ടികളുമായിട്ട് റേസ് നടത്തുവാനോ അല്ലെങ്കിൽ മറ്റു വണ്ടികളെ തടയുവാനോ ഞാൻ എന്നോട് ഡ്രൈവറിനോട് പറഞ്ഞിട്ടില്ല എന്നൊരു മാസ്റ്റർ കോടതിയിൽ വാദിച്ചാൽ പോലും ആ ഒരു കേസിൽ നിന്ന് മാസ്റ്ററിൻ്റെ ലയബിലിറ്റി ഒഴിവാക്കപ്പെടുകയില്ല, മാസ്റ്റർ ലയബിൾ ആക്കപ്പെടും. ഫിഫ്ത്ത് സിറ്റുവേഷൻ, ഫ്രോഡുലന്റ് ആക്ട് ഓഫ് ദി സെർവൻറ്റ്. 2 essentials must be fulfilled. There must be a fraudulent act of the servant and that act must be on the master's behalf. Case law, Lloyd vs. Graysmith and Company. A widow sought advice from a firm of solicitors as to how to improve her income. The manager of the firm advised her to sell her property. The widow authorized the manager to sell the property and collect the money, but the manager absconded with the money. The widow sued the firm for compensation for the fraud committed by its manager. The court held that the firm was liable to pay compensation for the fraud committed by its manager. ഈ കേസിൽ ഒരു വിഡോ ഒരു ഫേം ഓഫ് സോളിസിറ്റേഴ്സിൻ്റെ ഒരു ഫേമിൽ അവരുടെ ഇൻകം എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ അഡ്വൈസ് തേടി. ആ ഫേമിൻ്റെ മാനേജർ എന്ത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കൂ എന്നിട്ട് ആ പൈസ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ വിഡോ ആ മാനേജറിനെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുവാൻ വേണ്ടി ഏർപ്പെടുത്തുന്നു. അദ്ദേഹം ഈ പ്രോപ്പർട്ടി വിറ്റു, പക്ഷെ പൈസയുമായിട്ട് ആൾ ആബ്സ്കോണ്ടായി, ആൾ മുങ്ങി. അപ്പോൾ പിന്നെ ആ വിഡോ ഈ ഒരു ഫേമിനെയാണ് സ്യൂ ചെയ്തത് ഫോർ ദാറ്റ് മണി. ഈ കേസിൽ ഫേം ലയബിൾ ആക്കപ്പെട്ടു. ആ മാനേജറിൻ്റെ ഈ ഒരു ഫ്രോഡുലൻ്റ് ആക്ടിന് ഫേം ലയബിൾ ആക്കപ്പെട്ടു. So by this we have completed the topic of law of master and servant. പിന്നെ കേസ് ലോസ് വരാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ലോ ഓഫ് മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്. പാർട്ട് സിയിൽ പ്രോബ്ലം സോൾവിംഗ് ആയിട്ട് കേസ് ലോസ് വരാൻ സാധ്യതയുള്ള ഒരു പാർട്ട് തന്നെയാണ് ലോ ഓഫ് മാസ്റ്റർ ആൻഡ് സെർവൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് ലോസ് ഇൻസിഡൻസ് ഓർത്തു വയ്ക്കുക. അക്കോർഡിംഗ് ടു ദാറ്റ് നിങ്ങളുടെ ആൻസർ ഫ്രെയിം ചെയ്യുക. മാസ്റ്ററിന് ലയബിലിറ്റി ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ലയബിലിറ്റി അഥവാ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള റീസൺസ് നിങ്ങളുടെ ഓരോ കണ്ടീഷൻസും വെച്ചിട്ട് നിങ്ങൾ ആൻസർ ഫ്രെയിം ചെയ്യുക. All the best for your exams. See you all on my next video. Happy learning all of you.